ഹായ്, വെൽക്കം ടു ടാസ്ക് ടൈം. ഇന്ന് ഞാനൊരു നല്ല സോഫ്റ്റ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവരും അതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അതിന് ഞാൻ ഒരു 3 കപ്പ് പച്ചരി വെള്ളത്തിയിട്ടേച്ച് അതിനെ പുട്ടിൻ്റെ പൊടിയുടെ പാകത്തിന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുത്തു. എന്ത് മധുരം ചെയ്യുമ്പോഴും ഒരു നുള്ളുപ്പ്, സ്നേഹം അതല്ലേ ഉപ്പിൻ്റെ പര്യായം. അപ്പോൾ ഒരു നുള്ള ഉപ്പ് ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ടേസ്റ്റ് വേണമെങ്കിൽ ഒരു തുള്ളിക്ക് ഉപ്പ് വേണമല്ലോ. ഇനി ഇത് മിക്സ് ചെയ്യുന്നത് ശർക്കര നീരിലാണ്. ഒരുപാട് തിക്കല്ലാതെ ശർക്കര നീര് പാകത്തിന് കാച്ചി അതിൽ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ശർക്കര നീരിലെ പൊടിയൊന്നും ഇല്ലാണ്ടിരിക്കും അരിച്ചെടുത്തു. അതൊന്ന് കുറച്ചൊഴിച്ച് വേണം. അതിലാണ് ഞാൻ ഈ പൊടി മിക്സ് ചെയ്യുന്നത്. അത് ഒട്ടും കട്ട കെട്ടാതെ, ഒരു തരിതരിയില്ലാതെ, കട്ടകളൊന്നുമില്ലാതെ ഈ പാകത്തിന് നമ്മളതിനെ മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, ഇതാണ് പാകം. മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ അതിന് 3 പഴം എടുത്തു. 3 പഴം എടുത്ത് മിക്സ് ചെയ്തതിൻ്റെ ഒപ്പം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് അതാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തത് കേട്ടോ. എന്നിട്ട് കണ്ടോ, ഈ പാകത്തിന്, ഇതാണ് കോരി ഒഴിക്കാൻ പാകം. ഈ പാകത്തിന് എടുക്കണം. ഇനി നെയ്യപ്പമല്ലേ, അതിന് ഞാനൊരു 3 സ്പൂൺ നെയ്യ് എടുത്തേച്ച് അതിൽ തേങ്ങാക്കൊത്ത് നല്ലപോലെ ഗോൾഡൻ ആയിട്ട് വറുത്തു. എന്നിട്ട് കറുത്ത എള്ളും കൂടെ അതിലിട്ട് ഞാൻ വറുത്തു. എന്നിട്ട് അതും കൂടെ നമ്മൾ ഇതിലോട്ടിടാം. ഇതിലോട്ട് ചേർത്ത് നമുക്ക് നന്നായി ഇത് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒരു അരമണിക്കൂർ നമുക്ക് വെച്ചേക്കാം. വെക്കണം എന്നൊന്നും നിർബന്ധമില്ല, എങ്കിലും ഞാൻ ഒരു അരമണിക്കൂർ വെച്ചു. കുറച്ചൊന്ന് ഫെർമെൻ്റ് ആകുന്നെങ്കിൽ ആയിക്കോട്ടെ. വേറെ സോഡാപ്പൊടി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇത് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് എണ്ണ ഒരു പാനിലെടുത്ത് നന്നായിട്ട് അത് ചൂടാകണം. ചൂടായിട്ട് ഇത് നമുക്കൊരു സ്പൂൺ അതിലൊഴിക്കാം. ഇനി ഞാനിത് ഒഴിച്ചു കഴിയുമ്പം തീ ഒന്ന് കുറയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരു വശം വേഗം കറുത്തു പോകും. നല്ല ചൂടായിട്ടിരിക്കുന്ന എണ്ണയല്ലേ. അപ്പം ഞാനത് ഒന്ന് ഒഴിച്ച് തീ ഒന്ന് കുറച്ച് വെച്ചു. എന്നിട്ട് അത് പാകത്തിനായി എന്ന് തോന്നിയപ്പം അതിനെ ഞാൻ ഒന്ന് തിരിച്ചിടാം. നമുക്കിനി അതിനെ ഞാനിപ്പം തിരിച്ചിടുകയാണേ. ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞ് അത് പിന്നെ വീണ്ടും പാകമായി അതൊന്ന് എടുത്തു. ശരിക്കും നല്ല സോഫ്റ്റാണ്. നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. വളരെ നല്ല ടേസ്റ്റാണ്. പാകത്തിനേ മധുരമുള്ളൂ. ആർക്കും കഴിക്കാം, ഈവൻ ഷുഗർ പേഷ്യൻസിനും കഴിക്കാം. കാരണം നല്ല മധുരം കുറവാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ടാസ്ക് ടൈം.